ഒരു 19-കാരന്റെ സ്വപ്നത്തിൽ നിന്നും തുടങ്ങി ലോകത്തിന്റെ നെറുകയിലെത്തിയതും താഴ്ചയുടെ വക്കിൽ നിന്നും വീണ്ടും ഉയർന്നു വന്നതുമായ ഓയോ ആപ്പിന്റെ കഥ. ഗുഡ്ഗാവിൽ ഒരു ചെറിയ ഓഫീസിൽ ഒരു ലാപ്ടോപ്പും ഒരു കൂട്ടം സ്വപ്ന സഞ്ചാരികളും ചേർന്ന് ഓയോ ഒരു ലളിതമായ ആശയത്തോടെ തുടങ്ങി. പക്ഷേ ഓയോയുടെ വളർച്ച ഒരു മിന്നലിന്റെ വേഗത്തിലായിരുന്നു. വേഗത്തിൽ വളർന്നപ്പോൾ ഒരു നീളം അവരെ പിന്തുടർന്നു. ഓയോ റൂമുകൾ എന്ന തെറ്റിദ്ധാരണ, അവിടെ ഞങ്ങൾ പോയാൽ ആളുകൾ എന്ത് കരുതും എന്ന ചോദ്യം പല യാത്രക്കാരുടെയും മനസ്സിൽ ഉയർന്നു വന്നു. ഓയോന്റെ ഈ വെല്ലുവിളി ഒരു ബ്രാൻഡിന്റെ പ്രതിച്ഛായ എത്രത്തോളം പ്രധാനമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓയോ എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തെളിയുന്നത്? ഒരു യാത്രക്കാരന് താങ്ങാനാവുന്ന വിലയിൽ വളരെ എളുപ്പത്തിൽ ഹോട്ടൽ മുറികൾ ലഭ്യമാവുന്ന ഒരു സൗകര്യം, അതോ ചില മനസ്സുകളിലെങ്കിലും യുവജോഡികൾക്ക് അവരുടെ സ്വകാര്യ നിമിഷങ്ങൾക്കായി തിരഞ്ഞെടുക്കാവുന്ന ഇടം എന്ന തെറ്റിദ്ധാരണ? ഒരു മൊബൈൽ ആപ്പിന്റെ മാന്ത്രിക വടിയാൽ ശുചിത്വവും സുഖവും വാഗ്ദാനം ചെയ്യുന്ന മുറികൾ, ഒരു 19-കാരന്റെ സ്വപ്നത്തിൽ നിന്നും തുടങ്ങി ലോകത്തിന്റെ നെറുകയിലെത്തിയതും താഴ്ചയുടെ വക്കിൽ നിന്നും വീണ്ടും ഉയർന്നു വന്നതുമായ ഓയോ ആപ്പിന്റെ കഥ ഒരു സ്റ്റാർട്ടപ്പിന്റെ ആത്മാവിന്റെ കഥ പറയുന്നു. അതിന്റെ തിളക്കവും തെറ്റുകളും പഠനവും. എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണ വീഡിയോകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ബീഹാറിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഹൃദേശ് അഗർവാൾ 2012 19ാമത്തെ വയസ്സിൽ ഒരു യാത്രികന്റെ കണ്ണോടെ ഇന്ത്യയിലെ ബജറ്റ് ഹോട്ടലുകളുടെ ലോകത്തേക്ക് ഇറങ്ങിത്തന്നു. പല ഹോട്ടലുകളും അവനെ കാത്തിരുന്നത് ശോചനീയമായ അനുഭവങ്ങളോടെയായിരുന്നു. ചുരുണ്ട ഷീറ്റുകൾ, വൃത്തിഹീനമായ മുറികൾ, ബുക്കിംഗ് ഉറപ്പില്ലാത്ത അവസ്ഥ. ഈ ദുരനുഭവങ്ങൾ ഹൃദേശിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർത്തി. എന്തുകൊണ്ട് ഒരു യാത്രക്കാരന് താങ്ങാനാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള താമസം ലഭിക്കുന്ന ഒരു വ്യവസ്ഥയില്ല? പക്ഷേ ഈ ഒരു ചോദ്യം ഓയോ എന്ന ഹോട്ടൽ ബുക്കിംഗ് സംവിധാനത്തിന്റെ ജനനത്തിൽ കലാശിച്ചു. 2013 ഹൃദേശ് ഒറാവൽ സ്റ്റേസ് എന്ന പേര് സ്വീകരിച്ചു. ഓയോയുടെ യാത്ര തുടങ്ങി. ഒറാവൽ എന്നത് അവർ ട്രാവൽസ് എന്നതിന്റെ ചുരുക്കമായിരുന്നു. പക്ഷേ ഉടൻ തന്നെ അത് ഓയോ റൂംസ് ഇൻ യുവർ ഓൺ എന്ന പേര് സ്വീകരിച്ചു. ഈ പേര് ഒരു യാത്രക്കാരന്റെ സ്വാതന്ത്ര്യത്തെ, സ്വന്തം ഇഷ്ടപ്രകാരം താമസം തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തെ പ്രതിനിധീകരിച്ചു. ഗുഡ്ഗാവിൽ ഒരു ചെറിയ ഓഫീസിൽ ഒരു ലാപ്ടോപ്പും ഒരു കൂട്ടം സ്വപ്ന സഞ്ചാരികളും ചേർന്ന് ഓയോ ഒരു ലളിതമായ ആശയത്തോടെ തുടങ്ങി. ചെറുകിട ഹോട്ടലുകളെ ഒരു ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരിക, അവയെ ശുചിത്വം, സൗകര്യം, ഗുണനിലവാരം എന്നീ മാനദണ്ഡങ്ങളിലേക്ക് ഉയർത്തുക. ഓയോ ഹോട്ടലുകളെ സ്വന്തമാക്കുന്നതിന് പകരം നിലവിലുള്ള ഹോട്ടലുകളുമായി പങ്കാളിത്തം സ്ഥാപിച്ചു. ഹോട്ടലുകൾക്ക് ഓയോയുടെ ബ്രാൻഡ് പിന്തുണ, മാർക്കറ്റ് മാർഗനിർദ്ദേശങ്ങൾ, മറ്റ് സാങ്കേതിക സഹായങ്ങൾ എന്നിവ ലഭ്യമാക്കി. പകരം ഹോട്ടലുകൾ ഓയോന് ഒരു കമ്മീഷൻ നൽകി. ഓയോ എന്ന ഈ സംവിധാനം ഒരു വിപ്ലവമായിരുന്നു. ഒരു യാത്രക്കാരന് തന്റെ വിരലിന്റെ അറ്റത്ത് ഒരു മുറി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം, വിലകൾ ഡിമാൻഡിനനുസരിച്ച് മാറുന്ന സ്ഥിതി, ഓൺലൈൻ പേയ്മെന്റ്, റിയൽ ടൈം അവൈലബിലിറ്റി, ഇവയൊക്കെ ഓയോനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് തന്നെ നിർത്തി. ഗുഡ്ഗാവിലെ ഒരു ഹോട്ടലിൽ നിന്നും തുടങ്ങിയ ഓയോ വേഗത്തിൽ ഇന്ത്യയുടെ നഗരങ്ങളിലേക്ക് വ്യാപിച്ചു. ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ. ഓയോയുടെ ചുവന്ന ലോഗോ ബജറ്റ് യാത്രക്കാർക്ക് ഒരു വാഗ്ദാനമായി. ഹോട്ടൽ ഉടമകൾ ഓയോന്റെ പിന്തുണയോടെ കൂടുതൽ ബുക്കിംഗ് ലഭ്യമായി. യാത്രക്കാർക്ക് ഇത് നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചു. പക്ഷേ ഓയോയുടെ വളർച്ച ഒരു മിന്നലിന്റെ വേഗത്തിലായിരുന്നു. വേഗത്തിൽ വളർന്നപ്പോൾ ഒരു നീളം അവരെ പിന്തുടർന്നു. ഓയോ റൂമുകൾ എന്ന തെറ്റിദ്ധാരണ, ഓയോന്റെ താങ്ങാവുന്ന വിലയും എളുപ്പമുള്ള ബുക്കിംഗ് പ്രക്രിയയും യുവജോഡികൾക്ക് ആകർഷകമാക്കി. പല ഹോട്ടലുകളും ഓയോന്റെ ബ്രാൻഡിന് കീഴിൽ ID പരിശോധനകളിൽ അയവ് വരുത്തി. ഓയോയിൽ ഒരു മുറി ബുക്ക് ചെയ്താൽ ആരും ചോദ്യം ചെയ്യില്ല എന്ന ഒരു ധാരണ സോഷ്യൽ മീഡിയയിൽ തമാശകളും കഥകളുമായി വളർന്നു. ഓയോയുടെ മുറി കപ്പിൾസിന്റെ സ്വർഗം എന്ന തരത്തിലുള്ള കമന്റുകൾ ഓയോ ബ്രാൻഡിനെ ഒരു കപ്പിൾ ഫ്രണ്ട്ലി ഇടമായി ചിത്രീകരിച്ചു. ഈ ദുഷ്പേര് ഓയോ ബ്രാൻഡിന് ഒരു വലിയ വെല്ലുവിളിയായി. കുടുംബങ്ങൾ ഓയോ റൂമുകൾ ഒഴിവാക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങൾ പോയാൽ ആളുകൾ എന്ത് കരുതും എന്ന ചോദ്യം പല യാത്രക്കാരുടെയും മനസ്സിൽ ഉയർന്നു വന്നു. ഓയോ ഈ തെറ്റിദ്ധാരണ ചെറുക്കാൻ പരമാവധി ശ്രമിച്ചു. ഓയോ ഫോർ ഓൾ എന്ന ക്യാമ്പയിനുകൾ, കുടുംബ സൗഹൃദ ഹോട്ടലുകൾ, കർശനമായ ഗുണനിലവാര നിയന്ത്രണം എല്ലാം ഈ പ്രതിച്ഛായയെ മാറ്റാൻ ലക്ഷ്യമിട്ടുവെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രതിച്ഛായ ഒരു രാത്രി കൊണ്ട് മാറ്റാവുന്നതല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഓയോന്റെ വളർച്ച ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. മലേഷ്യ, നേപ്പാൾ, UAE ഓയോന്റെ ചുവന്ന ലോഗോ ലോകത്തിന്റെ പല കോണുകളിലേക്ക് വ്യാപിച്ചു. ഒരേ സമയത്ത് ഓയോ ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നായി മാറി. പക്ഷേ ഈ അതിവേഗ വളർച്ച ഓയോയുടെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവുമായിരുന്നു. വേഗത്തിൽ വളർന്നപ്പോൾ ഓയോയുടെ ഗുണനിലവാര നിയന്ത്രണം പിന്നിലായി. പല ഹോട്ടലുകളും ഓയോന്റെ വാഗ്ദാനം ചെയ്ത ശുചിത്വവും സൗകര്യവും നൽകിയില്ല. ഉപയോക്താക്കൾക്ക് പരാതികൾ വർദ്ധിച്ചു. വൃത്തിഹീനമായ മുറികൾ, മോശം സേവനം, ബുക്കിംഗ് റദ്ദാക്കലുകൾ എന്നിവ ഉപയോക്താക്കളെ മടുപ്പിച്ചു. ഹോട്ടൽ ഉടമകളും ഓയോനോട് അതൃപ്തരായി. ഓയോന്റെ വിലനിർണ്ണയ തന്ത്രങ്ങൾ പല ഹോട്ടലുകൾക്കും നഷ്ടമുണ്ടാക്കി. ഓയോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന് ചില ഹോട്ടൽ ഉടമകൾ പരാതിപ്പെട്ടു. ഓയോയുടെ വാഗ്ദാനങ്ങൾ, കൂടുതൽ ബുക്കിംഗുകൾ, മെച്ചപ്പെട്ട ദൃശ്യത പലർക്കും പാഴ്വാക്കുകളായി. ഈ അതൃപ്തി ഓയോയിനെതിരായ നിയമ നടപടികളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും വഴിവെച്ചു. ഓയോയുടെ ഏറ്റവും വലിയ തെറ്റ് ഹോട്ടൽ ഉടമകളെ ഒരു യഥാർത്ഥ പങ്കാളികളായി കാണാതിരുന്നതായിരുന്നു. 2020 ലോകം മാറിമറിഞ്ഞപ്പോൾ ഓയോയുടെ യാത്രയും തടസ്സപ്പെട്ടു. COVID-19 പാൻഡമിക് യാത്രാ വ്യവസായത്തെ തകർത്ത് കളഞ്ഞു. ഹോട്ടലുകൾ ശൂന്യമായി. ഓയോയുടെ ബുക്കിംഗുകൾ ഒറ്റയടിക്ക് ഇല്ലാതെയായി. ഈ പ്രതിസന്ധി ഓയോന്റെ ദൗർബല്യങ്ങളെ വെളിവാക്കി. ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. ഹോട്ടൽ ഉടമകളുമായുള്ള ബന്ധം കൂടുതൽ വഷളായി.
ഓയോ ഒരു കാലത്ത് ഒരു യൂണിക്കോൺ എന്ന് വിളിക്കപ്പെട്ടിരുന്നതിൽ നിന്ന് തകർച്ചയുടെ വക്കിലെത്തി. ഓയോ തോൽവി സമ്മതിച്ചില്ല. 2021 അവർ തിരിച്ചുവരവിന്റെ ശ്രമങ്ങൾ തുടങ്ങി. പുതിയ തന്ത്രങ്ങൾ, മെച്ചപ്പെട്ട ടെക്നോളജി, ഹോട്ടലുടമകളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, ഓയോ വെക്കേഷൻ ഹോമുകൾ, കോർപ്പറേറ്റ് യാത്രകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിപ്പിച്ചു. ഈ തിരിച്ചുവരവ് ഓയോന്റെ പഠനശേഷിയെ കാണിച്ചു തന്നു. അവർ തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും ഗുണനിലവാര നിയന്ത്രണം ശക്തിപ്പെടുത്തി. ഹോട്ടൽ ഉടമകളുമായിട്ടുള്ള സുതാര്യത വർദ്ധിപ്പിച്ചു. ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനം സ്വീകരിച്ചു. 2025 ഓയോ വീണ്ടും ഉയർന്നു വരുന്നു. അവരുടെ ആപ്പ് ഇപ്പോൾ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാണ്. ഹോട്ടലുകൾക്ക് ഓയോന്റെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു. യാത്രക്കാർ വീണ്ടും വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഈ ദുഷ്പേര് ഇപ്പോഴും ഓയോവിനെ പിന്തുടരുന്നുണ്ട്. ഓയോവിന്റെ ഈ വെല്ലുവിളി ഒരു ബ്രാൻഡിന്റെ പ്രതിച്ഛായ എത്രത്തോളം പ്രധാനമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓയോവിന്റെ കഥ ഒരു സ്വപ്നയാത്രയാണ്. പ്രദേശ് അഗർവാളിന്റെ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി മേഖലയെ മാറ്റിമറിച്ചു. അവർ ബജറ്റ് യാത്രക്കാർക്ക് ഒരു പുതിയ ലോകം തന്നെ തുറന്നു നൽകി. പക്ഷേ ഈ യാത്രയിൽ ഓയോ പല തെറ്റുകളും ചെയ്തു. അമിതമായ വേഗം, ഗുണനിലവാരത്തിലെ പാളിച്ചകൾ, ഹോട്ടലുടമകളോടുള്ള അവഗണന, കൂടെ ഒരു ദുഷ്പേരും. എന്നിട്ടും ഓയോവിന്റെ തിരിച്ചുവരവ് ഒരു സ്റ്റാർട്ടപ്പിന്റെ ആത്മാവിനെ തുറന്നു കാണിക്കുന്നു. പഠിക്കാനുള്ള ശേഷി, മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്, വീണ്ടും ഉയർന്നു വരാനുള്ള ധൈര്യം, ഇവയൊക്കെ പരമപ്രധാനമായ കാര്യങ്ങളാണ്. ഓയോന്റെ കഥ ഇതാണ്. ഒരു യാത്രക്കാരന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുടെ വെളിച്ചം കൊളുത്തിയവർ. ഒരു മുറി, ഒരു യാത്ര, ഒരു സ്വപ്നം. ഓയോ അതിന്റെ തെറ്റുകളോടും വിജയങ്ങളോടും കൂടി അവർ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.